അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 ചെറിയൊരെണ്ണം 6. പിന്നെ നാരായണൻ്റെ ടിഫിൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 2 3 4. നാരായണൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണറാണ്. പല്ലും പാർട്ട്ണറും നാരായണൻ തമ്മിൽ കൺഫ്യൂസ് ആയി പോകുന്നു. അതുകൊണ്ട് നാരായണൻ ആണ് നമ്മുടെ പാർട്ട്ണർ. ഇത് മട്ടേരിയാണ്, ചുമന്ന റെഡ് റൈസ്, നമ്മുടെ മലയാളികളുടെ അഭിമാനം. ഇത് ക്യാപ്സിക്കം, തക്കാളിക്ക, ഉള്ളിയൊക്കെ ഇട്ട് ക്യാപ്സിക്കത്തിൻ്റെ ചുമന്നത്, മഞ്ഞ, പച്ച എല്ലാ ക്യാപ്സിക്കം കൊണ്ടിട്ട് കൂട്ടാനാണ്. ചപ്പാത്തിക്കാണ് ഇത് ബെസ്റ്റ്. ഇത് പിന്നെ വറ്റൽ മുളക്. ഇത് ഒരു മുന്തിരിങ്ങയാണ്. എന്താ സൈസ് എന്ന് നോക്കിയോ. ഇമ്പോർട്ടഡ്, എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത് വെച്ച മുന്തിരിങ്ങ. 700 രൂപ കിലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. നല്ല ഇത് ചമ്മന്തി, നല്ല മാങ്ങ ചമ്മന്തി, നല്ല പുളിയുള്ള പച്ചമാങ്ങ ചമ്മന്തി. എയർ ഫ്രയറിലിട്ട നല്ല നാടൻ പപ്പടം, ഗുരുവായൂർ പപ്പടം. ഇത് നാരായണൻ്റെ പാലക്കാട് സ്റ്റൈൽ വഴുതനങ്ങ സാമ്പാർ. ഇത് പിന്നെ പൊന്നി അരിച്ചോറ്. ഇത് കോളിഫ്ലവർ ഉപ്പേരി എന്ന് പറയും, മെഴുക്ക് പുരട്ടി, തൈര്. അപ്പം എല്ലാം കൂടെ നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണായി. 2 പേരുടെ കൂട്ടാനോട് വരുമ്പോൾ പഴയ നമ്മൾ കോളേജ് സ്കൂൾ കാലഘട്ടങ്ങൾ ഓർമ്മ വരും. അപ്പോൾ ആദ്യം പപ്പടം എടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് ആ വറ്റൽ മുളക് ഒന്നെടുത്ത് ഉടച്ചു കഴിഞ്ഞാൽ അതായത് കൊണ്ടാട്ടം മുളക്, പാലക്കാട് സൈഡൊക്കെ എങ്ങനെയാണ് പറയുന്നത്. ഇത് പിന്നെ കോളിഫ്ലവറിൻ്റെ കൊണ്ടാട്ടമല്ല സോറി, മെഴുക്ക് പുരട്ടി. ഇത് വഴുതനങ്ങ സാമ്പാർ. പിന്നീട് നമ്മുടെ നൊസ്റ്റാൾജിക് പച്ചമാങ്ങ സമ്മന്തി, ക്യാപ്സിക്കം കൂട്ടാൻ. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇപ്രാവശ്യം രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയതാണ്. ബാക്കി ഇതിനൂടെ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. 2 പേരുടെ കൂട്ടാനാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊക്കെ ഇപ്പോഴും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഭാഗ്യം.